ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലെമൺ കൊണ്ടുള്ള രസന ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുക്കണം കേട്ടോ. അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യം എത്ര ജ്യൂസ് വേണോ അത്രയ്ക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് ഷുഗറാണ് അതിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ചായിട്ട് അതിന് മേലെ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഷുഗറിൻ്റെ ലെവലിനനുസരിച്ച് നമുക്ക് അതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഷുഗറിൻ്റെ മേലെ ജ്യൂസ് വരാൻ പാടില്ല. ഷുഗറും ജ്യൂസും കറക്റ്റ് ഇതിൽ നിൽക്കണം. ആ രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതേ രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാനതിവിടെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 ദിവസം ഫാനിൻ്റെ കാറ്റിൽ ഇതിങ്ങനെ ഓപ്പൺ ആക്കി വെക്കണം കേട്ടോ. അത് 2-3-4 ദിവസം വെക്കാം. അപ്പോൾ അത് ഇതേ രീതിയിൽ ഇങ്ങനെ അത് കട്ടിയായിട്ട് കിട്ടും. അതിൻ്റെ തൊട്ട് നോക്കുമ്പോൾ ഒന്നും അങ്ങനെ ഒട്ടൊന്നുമില്ല, സ്റ്റിക്കി ഒന്നും ആയിരിക്കില്ല. ഇങ്ങനെ ക്രിസ്റ്റലുകളായിട്ട്, ഷുഗറിൻ്റെ ക്രിസ്റ്റലുകളായിട്ട് നമുക്കത് കിട്ടും കേട്ടോ. എനിക്കിവിടെ 4 ദിവസമായി ഇപ്പോൾ ഇങ്ങനത്തെ ക്രിസ്റ്റലുകളായിട്ട് കിട്ടിയിട്ടാ. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇത് നമുക്കൊരു ഗ്ലാസ് കണ്ടെയ്നറിൽ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. കേടൊന്നും ആവില്ല കേട്ടോ. ഇതിൽ നിന്ന് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് ഞാൻ 2 ടീസ്പൂൺ എടുത്ത് കലക്കി നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് കലക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കേട്ടോ ഇതിനും. നിങ്ങളൊന്ന് വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ഫ്ലേവറാണേ. അപ്പം ഞാനിത് എൻ്റെ മക്കൾക്കൊന്ന് കലക്കി കൊടുത്തു. അവർക്കൊക്കെ നല്ല ഇഷ്ടമായി. ഇതവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ശരിക്കും ലെമൺ ജ്യൂസിൻ്റെ ഫ്ലേവർ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. സമ്മറൊക്കെ വരുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആകും കേട്ടോ.